പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നാളെ മോക്ക് ഡ്രിൽ. പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജനങ്ങളെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നാളെ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനാണിപ്പോൾ ഈ മോക്ക് ഡ്രിൽ? ഏതെങ്കിലും പ്രത്യേക സവിശേഷത ഇതിന് കൽപ്പിക്കുന്നുണ്ടോ? രോഹിണി, നിലവിൽ സീസ് ഫയറിന് ശേഷം അതിർത്തി പൊതുവെ ശാന്തമാണ്. ഒരു തരത്തിലുമുള്ള പ്രകോപനം അതിർത്തി മേഖലകളിൽ ഇല്ല. പക്ഷെ എങ്കിൽ പോലും പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങൾ എപ്പോൾ വേണമെങ്കിലും വഷളാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും ഭാരതത്തിന്റെ ഭരണകൂടവും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനാൽ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൃത്യമായി നേരിടണം എന്നത് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെക്യൂരിറ്റി മോക്ക് ഡ്രില്ലുകൾ നാളെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീർ കൂടാതെ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിലും നാളെ മോക്ക് ഡ്രില്ല് നടത്തും. അടിയന്തര ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഇത്തരം ആക്രമണങ്ങളെയും മറ്റും പ്രതിരോധിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള വിശദീകരണമാകും ഈ നാളെ നടക്കാൻ പോകുന്ന മോക്ക് ഡ്രില്ലിൽ ഉണ്ടാകുക. രോഹിണി, ശരി. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.